പുതിയ 2 വിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വെളുപ്പിനൊക്കെ ഒരു പണിയെടുക്കാം. കളി പഠിപ്പിക്കുന്ന ടീച്ചറാണോ നീ? എടാ കേക്ക്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ കളിക്കണെന്ന് പറഞ്ഞുതരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നെ നമുക്ക് ഒരു 2 അടിച്ച് വെറുതെ പറഞ്ഞോളൂ. 2 അടിച്ചിട്ട് മൂടായിട്ട് കിടക്കാണെങ്കിൽ എന്നിട്ട് കൈയൊക്കെ പിടിച്ച് ഒന്ന് മുടിയൊക്കെ പിടിച്ച് വലിച്ച് അയ്യെ താഴത്തെ മുടിയല്ല നെഞ്ചിലെ മുടി ഇവളാള് കൊള്ളാമല്ലോ. എന്നിട്ട് പതുക്കെ കാലിലൊക്കെ ഒന്ന് ചവിട്ടി കാലിന്റെ വിരലുകളൊക്കെ ഉള്ളിലോട്ട് കയറ്റി പതുക്കെ ഒരു പിടുത്തൊക്കെ പിടിച്ച് കൊതിപ്പിക്കല്ലേ ഭഗവാനെ. പിന്നെ മേലോട്ട് കേറി പിന്നെ ഒന്ന് ഒരച്ച് പതുക്കെ അങ്ങനെ ഒരു സുഖിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നമ്മൾ ഒന്നുകൂടെ ചെയ്യണം. ഇല്ല, 12 കളി കളിക്കണം വെളുപ്പാൻ കാലത്ത്. അത്രയും വേണോ? വേണം. നമ്മൾ ഉച്ചക്ക് 12:55 ഗൾഫാരൊക്കെ ആണെങ്കിൽ 1 മണി തൊട്ട് ഉച്ചക്ക് 1 മണി എന്ന് വിചാരിച്ചോ. എന്നിട്ട് ഗൾഫാരൊക്കെ 1 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോൾ നമ്മള് ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ മൂടായിരുന്നു വെച്ചോ. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. ഭർത്താവ് നേരെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ശരി കിടക്കുമ്പോൾ താഴെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ തലോടി കൊടുക്കണം. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ. നമ്മുടെ ഈ മുഖം, നമ്മുടെ ഈ ഫേസ് അവന് കഴുത്തിനുള്ളിൽ ഇങ്ങനെ അമർത്തി പിടിക്കണം. കൈ താഴെ നമ്മുടെ ഈ ഇത് മുകളിൽ വെക്കുക. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ പറയണം എന്നെ കെട്ടിപ്പിടിക്ക് ചേട്ടാന്ന് പറയുമ്പോ അവനപ്പൊ നല്ല മുടും. അങ്ങനെ ഒരു പണി എടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു പണി ഒരു 2 മണി വരെ കളിക്കണം. നീന്റെ ഗിയർ ബോക്സ് പൊളിച്ചെടുക്കും. നല്ല പണിയാണെന്നുണ്ടെങ്കിൽ വൈഫ് കഥയ്ക്കും വേർക്കും. അതാണ് പണി. ചുമ്മാ സത്യം. നമ്മളൊരു ലേഡി പണിയെടുത്തിട്ട് വേർക്കുന്നില്ല എങ്കിൽ അവള് സെക്സിൽ ഹാപ്പി അല്ല എന്നാണ് അർത്ഥം. ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്. പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ. നമ്മൾ വേർക്കണം ചേച്ചി, പെണ്ണിനെ വേർപ്പിക്കണം. അതാണ് ആണുങ്ങളുടെ മിടുക്ക്. എന്റെ കയ്യിൽ അങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ.